ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി റൈഡൊന്നുമില്ല, വീട്ടിലോട്ട് പോവാണ്. എത്ര നേരം എടുക്കുമെന്തോ, 8 മണിക്കൂറാണ് സാധാരണ എടുക്കാറ്. നോക്കാം. സോ പോയാലോ. ഇപ്പോൾ നമ്മളുടെ ഇറങ്ങി സമയം 5 മണിട്ടാ കറക്റ്റ്. ഓ ഷിറ്റ്, അയാളെ കളിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് പോണത് നോർമൽ നമ്മുടെ പഴയ വഴിയാട്ടാ. വേറെ തിരിവും വളവൊന്നും നമ്മൾ നോക്കുന്നില്ല. പുതിയ വളവൊക്കെ രാത്രി പോണത് സേഫ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. നമ്മള് പഴയ ഹൈവേ തന്നെ പിടിച്ച് ആസ് ഓൾവേസ് പോകുകയാണ്. ബൈ ബാംഗ്ലൂർ. 13 ഡിഗ്രി ആയിട്ടൊന്നും ഇവിടെ പെട്ടെന്നാണവാ. അതുകൊണ്ട് എനിക്ക് പോണമെന്നില്ല, പക്ഷെ പോയേ പറ്റൂ. അല്ലെങ്കിൽ ക്രിസ്മസിന് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ സെന്റിമെന്റൽ അപ്രോച്ച് വീട്ടുകാർ ഇറക്കും. ഇവിടെ നല്ല തണവാ. 13 ഡിഗ്രി എന്നൊക്കെ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ, ബാംഗ്ലൂർ വെദർ. 5 മണി, ഒരു 8 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു 3 hours ഞാൻ സാധാരണ സേലം പിടിക്കാറുണ്ട്. രാവിലെ നമ്മൾ പഠിച്ച് പോകും, ആ ഒരു പേസ് കിട്ടും. പിന്നെ പ്രോട്ടീന് മുട്ട പുഴുങ്ങിയത് കയ്യിൽ വെച്ചിട്ടുണ്ട്, അതും തിന്ന് ഫീൽ ഗുഡായിട്ട് പോയിക്കൊണ്ടിരിക്കാം. ഫോറം ചോദിച്ചോക്കിട്ട് പോ. ചെച്ച 6 മണി തൊട്ട ഗൂഗിൾ പേ ഉണ്ടാവാറുള്ളൂ ഗൈസ്. അതിന്റെ ലോജിക്ക് എന്താ എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ സിറ്റി ഫ്ലൈ ഓവർ കയറാൻ പോവാട്ടാ. കുറച്ചു നേരം എടുത്തു, പെട്രോള് കുറച്ചടിച്ചു. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജിയോന്റെ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ജിയോന്റെ പമ്പ് പെട്രോൾ എന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ അടുത്ത ജില്ലയിലോട്ട് കടന്നിരിക്കുന്നു. തമിഴ്നാട് ഹൊസൂർ എത്തിയിട്ടാ. നമ്മളൊന്ന് ഗോപ്രോന്റെ മെമ്മറി ഫുള്ളായപ്പോ നിർത്തിയതാണ്. ഇനിയിപ്പോ പതുക്കെ വീടാണ്. അപ്പൊ വെള്ളം കുറച്ച് കുടിച്ചു. ഇനി വീണ്ടും ഹൈവേസ്. ഇപ്പോ സമയം 5:50. അറൗണ്ട് 1 മണിക്കൂറായി ഓടുന്നു. 1 മണിക്കൂർ ഓടിയില്ല.
യെസ്, നമ്മൾ 150 കിലോമീറ്റർ ആയിരിക്കുന്നു. സമയം 7:30. തണുത്തിട്ട് വലിയ സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല ചില സ്ഥലത്ത്. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ചായ കുടിച്ചു സെറ്റായി. ഇനി പതുക്കെ വീണ്ടും നീങ്ങാം. അങ്ങനെയൊക്കെ പോലെ 150 കറക്റ്റ് 199 അങ്ങടാണ്. അപ്പോ അറൗണ്ട് 50 കിലോമീറ്ററിനടുത്ത് ഉണ്ട് സേലത്തേക്ക്. ക്യാമറി ടൊയോട്ട ക്യാമറി. നല്ല തണവുണ്ട് കേട്ടോ. തണവ് ഇഷ്ടമാണെന്ന് ചോദിച്ചാ യെസ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ അതുകൊണ്ട് ബോഡി സഹിക്കില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ബോഡിക്ക് അങ്ങനെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എല്ലാ ഭാഗവും വിറച്ചു തുടങ്ങും. കണ്ടുണ്ട് കഴിച്ച് ഇടയ്ക്കിടയ്ക്ക്. സേലം 47, കൊച്ചി 427. കൈ വറച്ചിട്ട് ക്ലച്ച് മാറ്റാൻ പറ്റുന്നില്ല. അയ്യോ, നമ്മളൊരു മിനിമം 100 പിടിക്കാൻ ശ്രമിക്കാണ്. പക്ഷെ 100 പിടിക്കാൻ ലോറികൾ സമ്മതിക്കില്ലാതെ. അവരെല്ലാം റൈറ്റ് കീപ്പ് ചെയ്താ പോണേ. ആരും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ വളരെ നല്ല കാര്യമാണ്. കൈ കിട്ടുന്ന അറിയണോണ്ട് എല്ലാവരും ലെഫ്റ്റ് കീപ്പ് ചെയ്യും. ഏറെക്കുറെ എന്നാലും ഉണ്ടാവും ലെഫ്റ്റ് ഇടാൻ. ഇവിടെ അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു. ഇവിടെ എന്താണ് പൈസ പണി ചെയ്യുന്നത്? മെട്രോ പാലം എന്തെങ്കിലും ആയിരിക്കുമല്ലോ. എന്താ ഗെയിം? തമിഴ്നാട് കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഒരു ഗംഭീര പാലം പോകും. ഇവിടെ കുറെ അപകടങ്ങൾ ഉണ്ടാവില്ലേ ഈ പാലത്തും. അല്ലെ, ഈ വഴി വന്ന ഒരു ചെറിയൊരു ഫോറസ്റ്റ് റേഞ്ച് ഇല്ലേ, പിന്നെ മോളിക്കൂടെ പോയാൽ കുറെ അപകടങ്ങൾ അങ്ങനെ പറയും. നല്ല കാര്യ. കുതിരാൻ തുരങ്കം പോലെ ഒരു 10-20 കൊല്ലം എടുക്കില്ല. ഇവര് ചടപെട്ട് പണി തീർക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ. സേലം ഇൻഡസ്ട്രീസ് നിറഞ്ഞിരിക്കുന്ന സേലം. എന്തൊക്കെയോ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. 8 മണി കേട്ടോ. അപ്പൊ സേലം നമ്മൾ വിചാരിച്ച പൈസ തന്നെ 10 മിനിറ്റില്ലേ, കുഴപ്പമില്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഒറ്റ സ്റ്റോപ്പാണ് എനിക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ പക്ഷെ ഇടയിൽ നിർത്തിയത് പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിക്കാൻ. പക്ഷെ അതൊന്നും ബൈക്കിൽ നിന്ന് ഇറങ്ങിയില്ല. ബൈക്കിൽ നിന്ന് ഇപ്പൊ കുറച്ച് നേരത്താണ് ഇറങ്ങിയത്. ഫുഡ് അടിക്കണം, വിശക്കുണ്ട്. കുറച്ചായിട്ട് ട്രാഫിക്കും മൊത്തം പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു ചെറിയ ചെക്കൻ നമ്മുടെ ഒപ്പം പിടിക്കാൻ നോക്കി ഗ്രൂപ്പില്. ഭാഗ്യത്തിന് അവന് ഒരിടടി പറ്റില്ല. എങ്ങനെയോ അവൻ പറ്റിച്ചു. ഞാൻ പേടിച്ചില്ലാണ്ടായി. ബസ് കോർണർ. I love corners, guys. I need nice corner. Fun. ഗൈസ്, നമ്മൾ ഈ റോഡ് എത്തിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്ത് നിർത്തി. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫുഡ് അടിച്ചു. സൂപ്പർ ഫുഡാണ്, സൂപ്പർ സാമ്പാറാണ്. പക്ഷെ പ്രൈസ് കുറച്ച് കൂടുതലാണ് ബ്രോ. 7 ലിറ്റർ എന്ത്? 7 ലിറ്റർ. സെയിം അല്ലേ?
ഗൈസ്, പെട്രോൾ അടിച്ചിരിക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് അടിച്ചത് ആ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തുനിന്ന്. ഒറ്റ വീടിനാണ്. ഇനി അധികം സ്റ്റോപ്പ് പിടിക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. തമിഴ്നാട്ടിൽ കടന്നുകൊണ്ട് ഇനി തമിഴ് പാട്ടുകൾ എൻജോയ് ചെയ്യാൻ തമിഴ് പാട്ടുകൾ ഇട്ടേക്കാം ഇയർഫോണില്. ഭവാനി എത്തി. ഭവാനി അതായത് 10 കിലോമീറ്റർ റോഡ് ടൗൺ അങ്ങോട്ട് നമ്മൾ ഇനി കോയമ്പത്തൂർ ടാർഗറ്റ് ചെയ്ത് പോവുകയാണ്. ഇത് എന്താ ഉദ്ദേശിച്ചേ? ഇതൊരു നല്ല ഗെയിം കേട്ടാ. ഹെൽമെറ്റ് ഉണ്ടോ? ഇല്ല. റൈഡിങ് ജാക്കറ്റ് ഉണ്ട്, റൈഡിങ് പാൻറ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഗെയിമർ തന്നെ. കൂളിംഗ് ഗ്ലാസ് ഉണ്ട് ഗെയിം. ഹെൽമെറ്റ് ഒക്കെ വെച്ചേക്കണം. എടാ ഷാരൂഖ് ഖാനെ. മച്ചന്മാരെ, നമ്മള് കോയമ്പത്തൂർ എത്തിയിട്ടാ. കോയമ്പത്തൂരിന്റെ പുറത്തുള്ള മറ്റേ 2 ലൈൻ റോഡില്ലേ, അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പതിയെ അവിടെ നിർത്തി വർത്താനം പറയത്തില്ലേ. ഗെയിം ഇവിടെ ശരിക്കും റൈറ്റിൽ കൂടെ വെട്ടിട്ട് പോവാനാണ് സേഫർ. പക്ഷേ 2 സൈഡിലും നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ചേർന്ന് പതുക്കെ ഓരോ വണ്ടികൾ നോക്കി ഹോൺ അടിച്ച് ഇതേപോലെ കടന്ന് പോകുന്നു. അധികം സ്പീഡ് എടുക്കുന്നില്ല, ധൈര്യമില്ല. അതാണ് മെയിൻ. കുതിരാൻ തുരങ്കം എത്തിയിരിക്കുന്നു. ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് അറൗണ്ട് 465 കിലോമീറ്റർ ഓടിയിട്ടാ. ഞാൻ ഓഫ് ചെയ്യുകയാണ്. സക്സസ്.